അങ്ങേ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ എല്ലാ അങ്കലാപ്പുകളും ഇന്നത്തെക്കുറിച്ചുള്ള ആശങ്കകളും പ്രതീക്ഷകളും കർത്താവെ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിക്കാൻ വേണ്ടി അങ്ങ് നൽകിയ അവസരമാണിത്. കർത്താവെ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഇന്ന് യാത്രയാകുന്ന ദിക്കുകൾ, ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തികൾ, ഞങ്ങൾ ഇടപഴകുകയും ചെയ്യുന്ന ഓരോ വിഷയങ്ങൾ, സംരംഭങ്ങൾ, ഓരോ തരത്തിലുള്ള നിയോഗങ്ങൾ എല്ലാം കർത്താവെ നിൻ്റെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതം നടക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്കറിയാമെങ്കിലും അത് ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ആത്മാർത്ഥതയോടെ സമർപ്പിച്ച് നിൻ്റെ ഉടമസ്ഥതയിലാക്കുന്നു. കർത്താവെ, ഗർഭിണികളെ, രോഗബാധിതരുടെ ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗാതുരമായ കുടുംബങ്ങളിലെ കിടപ്പിലായവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തികമായ ക്ലേശങ്ങൾ നാട്ടിൽ കൂടുതൽ വരികയാണ് ഈശോയെ. ഒത്തിരിയേറെ പണ്ട് ദാരിദ്ര്യമില്ലാഞ്ഞ കുടുംബങ്ങളിലൊക്കെ ഇപ്പോൾ കർത്താവെ ദാരിദ്ര്യത്തിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങി ഈശോയെ. അങ്ങനെയുള്ളൊരു വിപത്തിലേക്കാണ് ഞങ്ങൾ യാത്രയാകുന്നത്. കർത്താവ്, ഞങ്ങളുടെ രാജ്യത്തെ എല്ലാവിധ തിന്മകളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും ലോകത്തെ തന്നെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവേ, നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. അപകടങ്ങൾ, അതുപോലെ ലഹരിയുടെ അമിതമായ ഉപയോഗവും മിതമായ ഉപയോഗവും എന്തുപയോഗമായാലും ചെയ്യും കർത്താവെ. അങ്ങനെ മക്കളുടെ ജീവിതം തകർക്കുന്ന, കുടുംബത്തെ തകർത്ത് കുടുംബത്തിന് അസമാധാനം ഉണ്ടാക്കുന്ന പൈശാചിക തിന്മകളിൽ നിന്ന് കർത്താവെ ചേർത്ത് തോൽപ്പിക്കാൻ ആവശ്യമായ ഇച്ഛാശക്തി അങ്ങനെ സമൂഹത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലേർപ്പെട്ടിരിക്കുന്ന ഡോക്ടർമാർ, പോലീസുകാർ, സഭയുടെ അംഗങ്ങൾ, അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രതിനിധികൾ, അങ്ങനെയുള്ള എല്ലാവരും ആരെല്ലാം ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നു അവർക്കെല്ലാം കർത്താവെ ശക്തിയും കർത്താവ് ഐക്യവും നൽകി കർത്താവ് ഇതിനെ നാടിൻ്റെ തിന്മയായി, സമൂഹത്തിന്മയായി, രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്തുന്ന എല്ലാ ഛിദ്രശക്തികളെയും കർത്താവെ നിഹനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല വിഷയങ്ങളും കർത്താവ്, നഷ്ടപ്പെട്ടു പോയ പണമുണ്ട്, നഷ്ടപ്പെട്ടു പോയ വ്യക്തികളുണ്ട്, നഷ്ടപ്പെട്ടു പോയ ആധാരങ്ങളുണ്ട്, നഷ്ടപ്പെട്ടു പോയ രേഖകളുണ്ട്, അതെല്ലാം തിരികെ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരവിടെ ജീവിതം എന്തെങ്കിലും രേഖകൾ നഷ്ടപ്പെട്ടാൽ അതോടുകൂടി ജീവിതം ഇങ്ങനെ സഡൻ ബ്രേക്ക് അടിച്ച പോലെ നിന്നു പോയവരുണ്ട് ഈശോയെ. മരവിച്ചു പോയ ജീവിതങ്ങൾ അവരെല്ലാം അങ്ങ് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധശക്തിയാൽ നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് തിരികെ നൽകുകയും കർത്താവ് നിങ്ങളുടെ നഷ്ടപ്പെട്ട സമാധാനം, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ, മുറിഞ്ഞു പോയ ബന്ധങ്ങൾ കർത്താവ് എല്ലാം ഐക്യപ്പെടുത്തുകയും പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്യണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവനാമത്തിൽ ഞങ്ങൾ ആശീർവദിക്കുന്നു.